സിനിമാ കഥകളിലേതുപോലെ സംഭവ ബഹുലമാണ് കഴിഞ്ഞ ദിവസം എക്സൈസ് പിടിയിലായ അധോലോക നായകൻ ഷാജിമോന്റെ ജീവിതവും. വ്യാജ വാറ്റിൽ തുടങ്ങിയ ഷാജിമോൻ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും മയക്കുമരുന്ന് സാമ്രാജ്യം കെട്ടിപ്പടുത്ത് മൂർഖൻ ഷാജി എന്ന പേരിലായി അറിയപ്പെടുന്നത്. ഷാജിയുടെ സമ്പാദ്യവും രഹസ്യങ്ങളും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. ഇടുക്കിയിലെ ഉൾപ്രദേശങ്ങളിൽ വ്യാജവാറ്റ് നടത്തിവരികയായിരുന്ന ഷാജിമോൻ അടവുകൾ പലതും പയറ്റിയാണ് മൂർഖൻ ഷാജിയായി വളർന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ ഷാജി മയക്കുമരുന്ന് സാമ്രാജ്യം കെട്ടിപ്പൊക്കി. എതിരാളികൾക്ക് അടുക്കാൻ കഴിയാത്ത അധോലോക നായകനായുള്ള വളർച്ചയിൽ ഷാജി വീഴ്ത്തിയവരുടെ എണ്ണം ഏറെയാണ്. ഒരു കൊലക്കേസ് പ്രതിയുമായുള്ള ബന്ധമാണ് ഷാജിയെ അധോലോകത്തേക്ക് എത്തിച്ചത്. ഇയാളുടെ സഹായത്തോടെ കള്ളനോട്ട് രംഗത്തേക്കെത്തി. എന്നാൽ പിന്നീട് സുഹൃത്തിനെ ഒറ്റിക്കൊടുക്കേണ്ടി വന്നു ഷാജിക്ക്. സുഹൃത്ത് ശത്രുവായി മാറിയതോടെ ഷാജിയുടെ വീഴ്ച ആരംഭിച്ചു. കഴിഞ്ഞ മെയ്യിൽ ദിണ്ടിഗൽ പ്രദേശത്ത് വെച്ച ഇയാളും സംഘവും ഷാജിയെ പിടികൂടി. ആന്ധ്രയിലുണ്ടായിരുന്ന 1 കോടിയോളം രൂപയുടെ മയക്കുമരുന്നും പണവും എതിർ സംഘം പിടിച്ചെടുത്തു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയുണ്ടായ സംഘർഷത്തിനിടെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് ശ്രീരംഗം പോലീസ് ഷാജിയെ പിടികൂടിയത്. ഡോൺ ഷാജിയുടെ കഥകൾ പലതുണ്ടെങ്കിലും ഇയാളുടെ രഹസ്യങ്ങളും പണവും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. കൊടൈക്കനാലിലും ദിണ്ടിഗലിലുമെല്ലാം ഷാജിക്ക് റിസോർട്ടും സ്ഥലങ്ങളും വീടുകളുമുണ്ട്. എന്നാൽ വിശ്വസ്തരായ മറ്റു ചിലരുടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് സമ്പാദ്യം പണമായി സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് സംശയിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.